നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടി കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച INDA എന്ന മുന്നണിയിൽ പൊട്ടിത്തെറികൾ അവസാനിക്കുന്നില്ല. ഇപ്പോഴിതാ INDA മുന്നണിക്ക് ഏറ്റവും ഒടുവിലായി ഒരു വലിയ പ്രഹരം ഏൽപ്പിച്ചുകൊണ്ട് ആ സഖ്യത്തിനുള്ളിലെ മുതിർന്ന ചില നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നു. മറ്റാരുമല്ല, ഉദ്ധവ് താക്കറെ, ബംഗാളിന്റെ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസിന്റെ അധ്യക്ഷയുമായ മമതാ ബാനർജി, NCPയുടെ നേതാവ് ശരത് പവാർ തുടങ്ങിയ നേതാക്കൾ ഇന്ന് നടക്കാനിരിക്കുന്ന സീറ്റ് പങ്കിടൽ സംബന്ധിച്ച് വിർച്വൽ മീറ്റിംഗിൽ തങ്ങൾ പങ്കെടുക്കില്ല എന്ന കാര്യം അറിയിച്ചിരിക്കുകയാണ്. മറ്റ് പ്രധാനപ്പെട്ട പരിപാടികൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ ചെറിയ മീറ്റിംഗിൽ തനിക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല എന്നാണ് മമതാ ബാനർജി നൽകുന്ന വിശദീകരണം. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദില്ലിയിലും പഞ്ചാബിലും മറ്റ് സംസ്ഥാനങ്ങളിലും സീറ്റ് വിഭജനം സംബന്ധിച്ച് INDAയുടെ നേതാക്കൾ ചർച്ച നടത്തി വരികയാണ്. പഞ്ചാബിൽ ഒറ്റയ്ക്ക് മത്സരിക്കണം എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ സംസ്ഥാന ഘടകം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പഞ്ചാബിലും ദില്ലിയിലും കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ആധിപത്യ പാർട്ടിയായ ആം ആദ്മി പാർട്ടി കോൺഗ്രസിന് പകുതി സീറ്റുകളും മറ്റും വാഗ്ദാനം ചെയ്തിരുന്നു. എന്തായാലും സീറ്റ് വിഭജനം സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഈ പവാറും മമതയും അതിനോടൊപ്പം ഉദ്ധവ് താക്കറെയും തങ്ങൾ ഈ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നില്ല എന്ന് അറിയിച്ചുകൊണ്ട് അതിൽ നിന്നും വിട്ടു നിൽക്കുന്നത്. തീർച്ചയായും ഇത് ഉണ്ടാക്കാൻ പോകുന്ന കോലാഹലങ്ങൾ ചെറുതായിരിക്കില്ല. പ്രത്യേകിച്ചും ഈ മാറി നിൽക്കുന്ന എല്ലാവരും ഏറ്റവും കരുത്തരായ നേതാക്കൾ തന്നെയാണ്. പശ്ചിമ ബംഗാളിലും മഹാരാഷ്ട്രയിലുമൊക്കെ ഇവരുടെ പിന്തുണ ഇല്ലാതെ കോൺഗ്രസിന് ഒരു ചെറുവിരൽ പോലും അനക്കാൻ സാധിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വലിയ പ്രതിസന്ധിയെ കോൺഗ്രസ് എങ്ങനെ മറികടക്കും എന്നുള്ള ഒരു ചോദ്യമാണ് നിലവിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.